നമസ്കാരം. വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കാതെ ഓണത്തിന് വന്ന ഒരു ചിത്രമായിരുന്നു ലോക. ഈ ലോക ഇപ്പൊ വമ്പൻ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ സിനിമയിൽ ഒരു വ്യത്യസ്തത കാണാൻ പറ്റി. മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് നമ്മളൊരു ഹോളിവുഡ് ലെവലിലേക്കാണ് ഈ സിനിമ നമ്മളെ കൊണ്ടുപോയത്. മാർവൽ സ്റ്റുഡിയോയുടെ സിനിമയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടുതലും ആരാധകർ മാർവൽ സ്റ്റുഡിയോയുടെ സിനിമകൾ കാണാറുണ്ട്. കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷ് പടം കാണുന്നവർ കൂടുതലും. അങ്ങനെ മാർവൽ സ്റ്റുഡിയോയുടെ സിനിമകളെല്ലാം ഹിറ്റായിരുന്നു. ആ ഒരു രീതിയിലേക്ക് തന്നെ മലയാള സിനിമയെ ഒരു 30 കോടി മുടക്കി ദുൽഖർ സൽമാൻ കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു 30 കോടി രൂപയ്ക്കും ഇങ്ങനെ ഒരു സിനിമ എടുക്കാം, നല്ലൊരു സിനിമ എടുക്കാം, അതും ഹോളിവുഡിനെ വരെ വെല്ലുന്ന രീതിയിൽ ഒരു സിനിമ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമ്മളെ കാണിച്ചു തന്നു. എന്തായാലും അതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ട്രീസർ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ 4.2 മില്യൺ ആൾക്കാരാണ് അതിന്റെ ട്രീസർ കണ്ടത്. എന്തായാലും ലോക ഫസ്റ്റ് കണ്ടവർക്കെല്ലാം സെക്കൻഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ടൊവിനോയും ദുൽഖറും ആ ലോക 1ന്റെ ലാസ്റ്റ് കുറച്ച് സമയങ്ങളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ലോക 2ല് ടൊവിനോ തോമസ് ആണ് നായകൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് 5 ചാപ്റ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കല്യാണി പ്രിയദർശൻ എന്ന് വെച്ചാൽ ലേഡീസിന് പറ്റിയ സിനിമകളൊന്നും ഈ കേരളത്തിൽ നിർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു ലീഡിങ് റോള് ചെയ്യാൻ പറ്റുന്ന സിനിമകളൊന്നും കേരളത്തിലെ സംവിധായകർ എടുക്കുന്നില്ല, അല്ലെങ്കിൽ നിർമ്മാതാക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു. ഈ ഫിലിം ഇൻഡസ്ട്രി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഉള്ളൊരു മറുപടിയായിരുന്നു ലോക. കല്യാണി പ്രിയദർശൻ ആ ലോക കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കല്യാണി പ്രിയദർശനെ ആ ഒരു സീൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. കല്യാണി പ്രിയദർശന്റെയും തലവര മാറ്റിയ ഒരു സിനിമ തന്നെയാണ് ലോക. എന്തായാലും നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ്മെന്റ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കാണാം. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം താല്പര്യമില്ല. എന്താ? നീ ഒരു ബോറനായതുകൊണ്ട്. കള്ളു കുടിച്ചാൽ 6 ബോറൻ. ഞാൻ ബോറനോ? താനാടോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ. കോപ്പാണ്. ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീ ആവണം. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയങ്കാട്ട് നീതി, മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. ആയിക്കോട്ടെ. തൻ്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലടോ? സത്യം പറ. അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? പുള്ളി എൻ്റെ അത്ര ഫണ്ണല്ല, ചില വയലൻ്റാ. അറിയാം. മൂത്തോനും എന്നെയാണോ അവന് വേണ്ടത്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളിതൊരു കൂട്ടം ജാടയാണ്, വരാന്ന് പറയടോ. അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിന് തരണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാൻ താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം. അവൻ വരും, ചാത്തന്മാർ കൊണ്ടുവരും. എന്തായാലും അടുത്തിടെ ഒന്നും ഇങ്ങനെ ഒരു നല്ല ടീസർ ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതും ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞ ഉടനെ തന്നെ
ഇറങ്ങി മാസത്തിനുള്ളിൽ തന്നെ സെക്കൻഡ് പാർട്ട് പ്രഖ്യാപിക്കുന്നു. അത് നേരത്തെ ചെയ്തു വെച്ചതാണോ അതോ ഇനി അത് കഴിഞ്ഞതിന് ശേഷം ചെയ്തതാണോ എന്ന് അറിയില്ല. എന്തായാലും ഈ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ചെയ്തിരിക്കാനാണ് സാധ്യത. എന്തായാലും ഈ സിനിമയ്ക്ക് ഇവർ കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഈ ടൊവിനോയും ദുൽഖറും കൂടെ ഒരുമിച്ച് വരുമ്പോൾ തന്നെ ഒരു സ്ക്രീനിൽ ഒരു ടീസറിൽ ഇങ്ങനെ വരണമെങ്കിൽ അപ്പൊ തന്നെ ചിന്തിച്ച് നോക്കുക അവർ ആ സിനിമയ്ക്ക് എത്രമാത്രം ഹൈപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും സിനിമാ പ്രേമികളെല്ലാം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലോക 2. ഇനി ലോക 2ലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ. എന്തായാലും ഇത് എടുത്തേക്കുന്ന ഈ ടീസർ തന്നെ നോക്കി എത്ര സിമ്പിൾ ആയിട്ടാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അതുപോലെ ലാസ്റ്റ് വില്ലൻ വരുന്നത് എനിക്ക് 389 ബ്രദേഴ്സ് ഉണ്ട് എന്നാണ് അവിടെ ടൊവിനോ പറയുന്നത്. അപ്പൊ ടൊവിനോ തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നതും ടൊവിനോ ആയിരിക്കും. എന്നാൽ പൊളിക്കും. എന്നുവെച്ചാൽ ആ ലാസ്റ്റ് കാണിക്കുന്നത് കണ്ടില്ലേ, ചരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ കരുത്തി പിടിക്കുന്ന പോലെ. പക്ഷെ അത് തിരിഞ്ഞു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ടീസറിന് അത് തിരിഞ്ഞു വരുമ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ലോക 1ന്റെ ഇതിപ്പോ ഇറങ്ങിയ ലോക 1 ഇപ്പൊ വേൾഡ് വൈഡ് 300 കോടിയുടെ അടുത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 കോടിയാണ് അതിന് മുടക്കിയത്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇന്ത്യയിൽ മാത്രം ഇപ്പോൾ ഇന്നലെ വരെയുള്ള കണക്കാണ് 168 കോടിയുടെ അടുത്ത് ഇന്ത്യയിൽ മാത്രം നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് 30 കോടി മുടക്കിയ ഒരു സിനിമയാണെന്ന് ഓർക്കണം. അപ്പൊ നല്ല സിനിമയെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും. അത് വെറൈറ്റി രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഹോളിവുഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ. ഈ മാർവൽ സ്റ്റുഡിയോയുടെ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർവൽ സ്റ്റുഡിയോയുടെ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും വേറൊരു ലോകത്തേക്കാണ് നമ്മളെ ആ സിനിമ കൊണ്ടുപോകുന്നത്. മാർവൽ സ്റ്റുഡിയോയുടെ മിക്ക സിനിമകളും എന്താണെന്ന് വെച്ചാൽ അന്യഗ്രഹ ജീവികള്, അതുപോലെ അവർ തമ്മിലുള്ള വഴക്കുകൾ, ഓരോരോ ഗ്രഹങ്ങളിൽ വസിക്കുന്ന തമ്മിലുള്ള ഫൈറ്റ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മാർവൽ സ്റ്റുഡിയോയിൽ കൂടുതൽ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആ ഒരു റേഞ്ചിലേക്ക് മലയാള സിനിമയെ എന്തായാലും ദുൽഖർ സൽമാൻ എത്തിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ സമ്മതിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ അവർ ആ ടീസർ ഇറക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എത്രമാത്രം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ടീസർ ഞാൻ പറഞ്ഞില്ലേ ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല. വേൾഡ് വൈഡ് ഗ്രോസ് എന്ന് പറയുന്നത് ഇന്നലെ വരെ 284 കോടിയായിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ 300 കോടിക്കൊക്കെ മേളിൽ പോയി കാണും. ഈ ടീസറിനെ കുറിച്ച് ഒന്നും പറയാനില്ല, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വെയിറ്റിംഗ് ആണ് ലോക 2വിന്. നിങ്ങളെ പോലെ തന്നെ നമ്മളും വെയിറ്റിംഗ് ആണ്. നമ്മൾ ലോക 1 കാണുമ്പോൾ ലോക 1 ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട് ചാത്തന്മാർ വരും എന്നുള്ളത്. അത് തന്നെയാണ് ദുൽഖർ സൽമാന്റെയും ടൊവിനോടെയും ഈ ടീസർ കാണുമ്പോൾ തന്നെ അതിനകത്ത് പറയുന്നത് എന്റെ ചാത്തന്മാർ നിന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ദുൽഖറിനോട് പറയുന്നുണ്ട്. ദുൽഖർ ഓടിയനാണ്. പക്ഷെ ഇതിനെല്ലാം മേളിലൊരാളുണ്ട്, മൂത്തോൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് മമ്മൂട്ടി ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുന്നത് നമുക്ക് താമസിയാതെ കാണാൻ പറ്റും. മുഖത്തോട് മുഖം നിന്ന് അഭിനയിക്കുന്നത് നമുക്ക് ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും, ഉടനെ തന്നെ കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടിപൊളി ടീസർ. എന്തായാലും എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഇതൊരു 10 പ്രാവശ്യം കണ്ടു, ഈ ടീസർ കണ്ടു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കാണുന്നവർ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന പോലുള്ള ടീസറാണ്. അങ്ങനെയൊക്കെ ഉള്ളത് തുച്ഛമായിട്ട് റെയറായിട്ടേ വരെ ഇറങ്ങാറുള്ളൂ ഇങ്ങനെയുള്ള ടീസറൊക്കെ. ഇത്രയും പിന്നെ നമുക്ക് ആകാംക്ഷയോടെ കാണാൻ പറ്റുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത്.